വെൽക്കം ടു അർമേനിയ. അർമേനിയയിലെ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. ആദ്യം തന്നെ നമ്മൾ പോയത് സാക്കാസോറിലേക്കാണ്. അർമേനിയയിലെ ഒരു പോപ്പുലർ സ്കീ റിസോർട്ടാണിത്. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ റോപ്പ് വേ ആയിരുന്നു. നല്ല സീനറിയൊക്കെ കണ്ടിട്ട് നമുക്ക് മേലെ എത്താനായിട്ട് പറ്റും. മേലെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ ഒരു മഴയൊക്കെ കിട്ടി. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ഓർമ്മയായിരുന്നു കേട്ടോ അത്. അടുത്തതായിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ലേക്ക് സെവനിലാണ്. അർമേനിയയിലെ ലാർജസ്റ്റ് ലേക്കാണിത്. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ലേക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സൊക്കെ കയറി മേലേക്ക് ചെന്ന് കഴിഞ്ഞാൽ സെവാൻ മൊണാസ്ട്രി ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാനായിട്ട് പറ്റും. എത്രയോ വർഷങ്ങളുടെ പഴക്കം ഉണ്ടെങ്കിലും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു ഇതെല്ലാം കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ പോകുന്നത് ദിലിജാനിലേക്കാണ്. ദിലിജാൻ ഇതൊരു ഫോറസ്റ്റ് ടൗൺ ആണ്. ഒരുപാട് റിസോർട്ട്സ് ഒക്കെയുള്ള ഏരിയ ആണ് കേട്ടോ ഇത്. ഹാൻഡ് ക്രാഫ്റ്റ്സ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ദിലിജാൻ്റെ അടുത്ത് തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന ഹഗാട്സിൻ മോണസ്ട്രിയിലേക്കാണ് അടുത്തതായിട്ട് ഞങ്ങൾ പോയത്. വളരെ പീസ്ഫുള്ളാണ് ആ കോംപ്ലക്സും അതിൻ്റെ ചുറ്റുപാടും. പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും ഞാൻ കണ്ട ഏറ്റവും ഭംഗിയുള്ള കാഴ്ചകൾ ഈ വൈൽഡ് ഫ്ലവേഴ്സ് ആയിരുന്നു കേട്ടോ. പല കളറിലായിട്ടും പല തരത്തിലായിട്ടും നമുക്ക് നിറയെ കാണാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് ഗാർണി ടെമ്പിളിലാണ്. സെൻട്രൽ അർമേനിയയിലെ ഗാർണി വില്ലേജിലാണ് ഇതുള്ളത്. ഫസ്റ്റ് സെഞ്ച്വറി AD ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു പേഗൻ ടെമ്പിളാണിത്. അർമേനിയൻ സൺ ഗോഡിനാണ് ഈ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അർമേനിയ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സമയത്ത് ഒരുപാട് പേഗൻ ടെമ്പിൾസൊക്കെ നശിപ്പിക്കപ്പെടുന്നുണ്ട്. ആ സമയത്ത് സർവൈവ് ചെയ്തിട്ടുള്ള ആകെയുള്ള ഒരു പേഗൻ ടെമ്പിളാണ് ഗാർണി ടെമ്പിൾ. പിന്നെ ഒരു എർത്ത്ക്വേക്കിൽ ഇതിന് കുറേ ഡാമേജുകളൊക്കെ വന്നിട്ടുണ്ടായി. പക്ഷേ അതിനുശേഷം ഇത് പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്തു. ഇന്നിത് അർമേനിയയിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു നമ്മൾ തിരിച്ച് യെരവനിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റേ. സമയം 8 മണി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. ആ സമയത്ത് കാണുന്ന സൺസെറ്റാണിത്. ഒരുപാട് അത്ഭുതത്തോടെ ഞാൻ ആദ്യമായിട്ട് കണ്ട സൺസെറ്റ് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത ദിവസത്തെ വിശേഷങ്ങൾ കാണുന്നത് വരെ ബൈ ബൈ.